ഹരിതചട്ടം പാലിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറ്റമറ്റതും ഗുണമേന്മയുള്ളതുമായ നിർമ്മാണ രീതികൾ സജീവമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പത്തനംതിട്ട കുലശേഖരപതിയിൽ ജില്ലാ കളക്ടർക്കായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഔദ്യോഗിക വസതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹരിതചട്ടപ്രകാരം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ ആദ്യ കെട്ടിടമാണിതെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശികമായി ലഭിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. സോളാർ പാനലുകൾ, വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന ലോ ഫ്ലോ പ്ലംബിംഗ് എന്നിവയും ഉപയോഗിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ സിവിൽ വർക്കുകൾക്ക് ശേഷം മറ്റു വർക്കുകൾക്കായി പൊളിക്കുന്നത് ഒഴിവാക്കാൻ കോമ്പോസിറ്റ് ടെൻഡറാണ് സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ കളക്ടർക്കായി നിർമ്മിച്ച ഔദ്യോഗിക വസതി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടെ വസതി, ഓഫീസ് എന്നിവയാണ് പ്രവർത്തിക്കുക. ഈ കെട്ടിട നിർമ്മാണവും ഏറെ വ്യത്യസ്തമായ ഒന്നാണ്. പൊതുമരാമത്ത് വകുപ്പ് ഹരിതചട്ടം പാലിച്ച് നിർമ്മിച്ച ആദ്യ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. കാർബൺ വികിരണം കുറക്കാൻ സഹായിക്കുന്ന ലോ വോളറ്റൈൽ പെയിന്റ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ കെട്ടിട നിർമ്മാണം ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഇത്തരം രീതികൾ വ്യാപകമാകുന്നതിന് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹരിതചട്ടം പാലിച്ചുള്ള നിർമ്മാണ രീതികൾ സജീവമാക്കും. ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിലും ഗുണമേന്മയിലുമുള്ള പ്രവൃത്തി നടപ്പിലാക്കുക എന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ലക്ഷ്യം. ജില്ലയിൽ പുതിയ മിനി സിവിൽ സ്റ്റേഷനായി ബജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജുഡീഷ്യൽ കോംപ്ലക്സിനായി സ്ഥലം ഏറ്റെടുക്കുന്നതും അവസാന ഘട്ടത്തിലാണ്. പത്തനംതിട്ട വില്ലേജിന്റെ റീസർവേ നടപടികൾ 3 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട കുലശേഖരപതിയിൽ മിൽമയുടെ കൈവശമുണ്ടായിരുന്ന 29.54 ആർ ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്താണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതി നിർമ്മിച്ചിട്ടുള്ളത്. 1.24 കോടി രൂപ ചെലവഴിച്ച് 2 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന 450 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം ഓഫീസ്, വസതി എന്നീ 2 ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. മാത്യു ടി തോമസ് MLA, ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ, നഗരസഭാധ്യക്ഷൻ T. സക്കീർ ഹുസൈൻ, വാർഡ് കൗൺസിലർ S. ശൈലജ, തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V.K. ജാസ്മിൻ, ADM B. ജ്യോതി, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാമഗിരിയിൽ അഭിഭാഷകന് പോലീസ് അതിക്രമം നേരിട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോടതി ബഹിഷ്കരിച്ച് ആലപ്പുഴ SP ഓഫീസിലേക്ക് അഭിഭാഷകർ മാർച്ച് നടത്തി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് 20 ബാർ അസോസിയേഷനുകളിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. ആലപ്പുഴ ബാറിലെ അഭിഭാഷകനും ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഗോപകുമാറിനെ തിങ്കളാഴ്ച രാമഗിരി കോടതിയിൽ വെച്ച് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. ജോലി തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഈ കേസിലെ പരാതിക്കാരനുമായി പ്രശ്നം ഒത്തുതീർപ്പാക്കി കേസിലെ നടപടി അവസാനിപ്പിക്കാൻ പ്രതി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പ്രതിയെ പിടികൂടിയപ്പോൾ പരാതിക്കാരനും കോടതിയിൽ ഹാജരായി വിവരങ്ങൾ അറിയിച്ചു. കോടതി പ്രതിക്ക് ജാമ്യം നൽകി വിട്ടയച്ചപ്പോൾ പക്ഷേ പ്രതിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു കേസിൽ വാറണ്ട് ഉണ്ടെന്ന് അറിയിച്ചായിരുന്നു അറസ്റ്റ്. ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച അഡ്വക്കേറ്റ് ഗോപകുമാറിനെ പോലീസ് അസഭ്യം പറയുകയും തള്ളി താഴെയിടുകയും ചെയ്തു എന്നാണ് പരാതി. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചത്. ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരുടെ മാർച്ച് SP ഓഫീസിന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. രാമഗിരി കോടതിക്കകത്തുനിന്ന് ഒരു കക്ഷിക്ക് ജാമ്യം എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിയിടുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കാനിടയാകുകയും കൂടെ ഉണ്ടായിരുന്ന പ്രതിയെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. പ്രതിയെ പിടിച്ചുകൊണ്ട് പോയതല്ല, അഭിഭാഷകനെ തള്ളിയിടേണ്ട കാര്യം എന്താണത്? ഈ കാര്യം അഡ്രസ് ചെയ്യാനായിട്ട് SP അടുത്ത് വന്നിട്ട് ഇതുവരെ ഇന്ന് 12 മണിക്ക് SP ആലപ്പുഴ ജില്ലാ ജഡ്ജിയുടെ മുന്നിൽ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. അത് നടന്നില്ല.
ഇതുവരെ 1 മണി വരെ കാത്തിരുന്നു. ഈ 1 മണി വരെ കാത്തിരുന്നതിന് ശേഷം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും ഇത്രയും നമ്മളോട് നിഷേധാർഹമായിട്ടുള്ള ഒരു സമീപനം നടത്തുന്നതിൽ നമുക്ക് അത്യന്തം പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വന്നത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിധു, സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുരാജ് സുഗതൻ, ബാർ കൗൺസിൽ അംഗം സുദർശനകുമാർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. അതേസമയം രാമങ്കരിയിൽ അഭിഭാഷകന് പോലീസ് അതിക്രമം നേരിട്ട സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ അഭിഭാഷക അസോസിയേഷനുകൾ കോടതി ബഹിഷ്കരണം അവസാനിപ്പിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ആലപ്പി ഫെസ്റ്റ് 2024 ജില്ലാതല വ്യവസായ പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. ഓണത്തോടനുബന്ധിച്ച് വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രദർശന വിപണന മേള. ആലപ്പി ഫെസ്റ്റ് 2024 ആലപ്പുഴ ബീച്ചിൽ എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ധാരാളം സംരംഭങ്ങൾ കേരളത്തിലാകെ നോക്കിയാൽ കാണാൻ കഴിയും. ചിലപ്പോൾ ഒരു വ്യക്തി നടത്തുന്ന സംരംഭമായിരിക്കും, ചിലപ്പോൾ ഒരു ടീം നടത്തുന്ന സംരംഭമായിരിക്കും. ഏത് സംരംഭമാണെങ്കിലും അത് വിജയകരമായി പോകാൻ കഴിയുന്ന സൗകര്യങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ ജില്ലയിലും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ ധാരാളമുണ്ട്. അതെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ഈ പ്രദർശനവും വിപണനവുമായി വ്യവസായ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ചേർന്ന് ഈ ആലപ്പി ഫെസ്റ്റ് 2024 ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വകുപ്പിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ആലപ്പി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ്യവസായ മേഖലയുടെ അഭിവൃദ്ധിയിലൂടെ മാത്രമേ കേരളത്തിന് വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. ജില്ലയിലെ നവസംരംഭകരുടെ ഉൾപ്പെടെ ആലപ്പുഴ വ്യവസായ കേന്ദ്രത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭകരുടേതായി 75 സ്റ്റാളുകളാണ് മേളയിൽ പ്രവർത്തിക്കുന്നത്. മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, കയർ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി കൈകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയുടെ ആകർഷണം. മേളയിൽ പ്രവേശനം സൗജന്യമാണ്. ഈ മാസം 13-ന് മേള അവസാനിക്കും. പുതുതായി സംരംഭം ആരംഭിക്കാൻ താൽപര്യപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഹെൽപ്പ് ഡെസ്കും മേളയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബിജു കുര്യൻ അധ്യക്ഷനായിരുന്നു. KSSIA പ്രസിഡന്റ് VP മനോജ്, വ്യവസായ കേന്ദ്രം മാനേജർമാരായ SC സോണി, ഗൗതം യോഗീശ്വർ, S ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ആലപ്പുഴ ജില്ലാ നിർവഹണ സമിതി രൂപീകരിച്ചു. സമിതിയുടെ ചെയർപേഴ്സണായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനറായി കളക്ടറും പ്രവർത്തിക്കും. ജില്ലാ നിർവഹണ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഹരിത കേരളം മിഷനും EDM-ഉം ചേർന്ന് നിർവഹിക്കും. നിർവഹണ സമിതി രൂപീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായിരുന്നു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, അംഗങ്ങളായ ബിനു ഐസക് രാജു, R റിയാസ്, TS താഹ, ഇന്ദിരാദാസ്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, ഡെപ്യൂട്ടി ഡയറക്ടർ C അലക്സ് എന്നിവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ സംസ്ഥാന തലത്തിൽ ജനപങ്കാളിത്തത്തോടെ വിപുലമായ പരിപാടികളാണ് നടത്തുന്നത്. ഹരിത കേരള മിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ സമഗ്രമായ കർമ്മ പദ്ധതി ഇതിന്റെ ഭാഗമായി രൂപീകരിക്കും. വിവിധ വകുപ്പ്, മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ, ഓഫീസുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, അയൽക്കൂട്ടം എന്നിവ ഹരിത പദവിയിലേക്ക് ഉയർത്തും. പരമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ പത്തനംതിട്ട DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുതിയ മണ്ഡലം പ്രസിഡന്റായി ശിവദാസ് U പണിക്കർ ചുമതല ഏറ്റെടുത്തു. അസംബ്ലി 5 സീറ്റ് നഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് 19 സീറ്റ് കിട്ടിയപ്പോൾ ഇനിയും പഞ്ചായത്തിൽ നമുക്ക് സീറ്റുകളെല്ലാം ലഭിക്കുമെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും മന്ദീഭവിച്ചു. പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപാകത
ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ കൈപ്പത്തിയും ഏണിയും തമ്മിൽ നടന്നു അനുസരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി റോബിൻ പരുമല മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പുതിയ മണ്ഡലം പ്രസിഡന്റായി ശിവദാസ് യു പണിക്കർ ചുമതലയേറ്റു. സൗദി OICC ദേശീയ കമ്മിറ്റി അംഗം ഷാജി മാന്നാർ, കടപ്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി ആർ പണിക്കർ, GBK ജോസ്, ജോസ് വി ചെറി, സന്തോഷ് ശിവഗർഭ, ജയശ്രീ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജന ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി ചങ്ങനാശ്ശേരി നഗരസഭയിൽ കട്ടിലുകൾ വിതരണം ചെയ്തു. കട്ടിൽ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് നിർവഹിച്ചു. ഈ നഗരത്തിലെ വയോജനങ്ങളുമായിട്ടൊരു ആത്മബന്ധം ചങ്ങനാശ്ശേരി നഗരസഭ സൂക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി നിങ്ങൾ കരുതണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നഗരത്തിലെ ആവശ്യമായ, നഗരത്തിൽ ജീവിച്ചിരിക്കുന്ന വയോജനങ്ങൾക്ക് ആവശ്യമായ ഓരോ കാര്യങ്ങളും വരും നാളുകളിൽ നഗരസഭ ഏറ്റെടുക്കും. നഗരസഭയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമായിട്ട് ഇതിനെ കാണുകയാണ്. ഇതിന് പൊട്ടി പ്രവൃത്തിയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടന യോഗത്തിൽ നഗരസഭ മുൻ അധ്യക്ഷ ബീന ജോബി അധ്യക്ഷയായിരുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജു ചാക്കോ, കൗൺസിലർമാരായ ബെന്നി ജോസഫ്, ഗീത അജി, കുഞ്ഞുമോൾ സാബു, ഉഷ മുഹമ്മദ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പോഷകാഹാര പ്രദർശനം ശ്രദ്ധേയമായി. തക്കാളി ദോശയും മത്തൻ കുരുവുമായിരുന്നു പ്രധാന താരങ്ങൾ. വെറുതെ എന്തെങ്കിലും കഴിച്ചാൽ പോഷകമാവില്ല. ഒരു ദിവസം എന്തൊക്കെ കഴിക്കണം, എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നതിന്റെ നേർചിത്രം ഒരുക്കുകയായിരുന്നു ആലപ്പുഴ ജനറൽ ആശുപത്രി. ദേശീയ പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പോഷകാഹാര പ്രദർശനമാണ് ശ്രദ്ധേയമായത്. വിവിധ തരം പോഷകാഹാരങ്ങളുടെ പ്രദർശനം ആശുപത്രിയിൽ എത്തിയവർക്ക് പ്രചോദനമായി. പ്രദർശിപ്പിക്കപ്പെട്ടവയിൽ തക്കാളി ദോശയും മത്തൻ കുരുവും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. എല്ലാവർക്കും പോഷകാഹാരമെന്ന ഈ വർഷത്തെ വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പരിപാടി ആലപ്പുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത ഉദ്ഘാടനം ചെയ്തു. അപ്പം എല്ലാവർക്കും പോഷണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. മെയിൻലി നമ്മൾ കൗമാരക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ സാധാരണ ഇപ്പം നമ്മൾ നടത്തിയ NFHS എന്ന് പറഞ്ഞ സർവേ ഉണ്ട്. അപ്പോൾ ആ നാഷണലി നടത്തിയ സർവേയിൽ പെൺകുട്ടികളിലും അതുപോലെ തന്നെ ആൺകുട്ടികളിലും 50%-ലേറെ പേര് വിളർച്ചയുള്ളതായി കാണുന്നുണ്ട്. അപ്പം പലപ്പോഴും വിളർച്ചയുള്ളപ്പോൾ അതിൻ്റേതായ ദോഷഫലങ്ങൾ നമ്മൾ അറിയത്തില്ല. അവർ അക്കാഡമിക്കലി പുറകെ പോകും, ശ്രദ്ധ കുറവ് വരും, അവരുടെ പെർഫോമൻസും എല്ലാം പറയും. ഇപ്പോൾ ഗ്രോയിങ് ഏജിൽ ഇവർക്ക് കഴിക്കേണ്ട പോഷണങ്ങൾ എന്തൊക്കെയാണ് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എല്ലാവർക്കും പോഷണം കിട്ടണം. പലപ്പോഴും ആളുകൾക്ക് പട്ടിണിയല്ല, ഭക്ഷണം ആളുകൾ കഴിക്കുന്നുണ്ട്, പക്ഷേ ശരിയായ അളവിൽ അതിൻ്റെ പോഷണമില്ലാത്തതാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആഹാരങ്ങൾ സമീകൃതമായി കഴിക്കണം, ബാലൻസ്ഡായി കഴിക്കണം എന്നുള്ളൊരു സന്ദേശം എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ന്യൂട്രീഷണൽ വീക്ക് ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഹെൽത്തി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങളും വന്നു പോകുന്ന OP-യിലുള്ള ആൾക്കാരും സ്റ്റാഫും എല്ലാവരും കണ്ട് അവർക്ക് മനസ്സിലാക്കുകയും അവരിലൂടെ സന്ദേശം മറ്റുള്ളവരിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ വിഷയാവതരണം നടത്തി. RMO ഡോക്ടർ M ആശ, ഡോക്ടർ അനുപമ, PRO ബെന്നി, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് രജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡയറ്റീഷ്യന്മാരായ ജോഷ്മ, സ്മിത എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പോഷകാഹാര ആവശ്യകതകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതോടൊപ്പം എല്ലാ പ്രായക്കാരിലും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ രാമങ്കരിയിൽ നടന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ കൺവെൻഷനിൽ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി G സൂരജ് ചുമതലയേറ്റു. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ലാലിച്ചൻ പള്ളിവാതുക്കൽ അധ്യക്ഷത വഹിച്ച പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി CB ജോസഫ് മൂലങ്കുന്നം, അലക്സാണ്ടർ ചാക്കോ, ജോൺ C ടിറ്റോ, തോമസ് PS, MK ജോർജ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റായി നിയമിതനായ G സൂരജ് ചുമതലയേറ്റു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് പടിക്കൽ സെപ്റ്റംബർ 12-ന് ധർണാസമരം നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി.
തലവടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണം വിപണന മേള ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11-ന് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഓണം വിപണന മേള നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി ഈ വർഷം ആഘോഷങ്ങൾ ചുരുക്കിക്കൊണ്ട് എന്നാൽ ഏറെ ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓണം വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരവസരമാണിത്. അതിന്റെ ഭാഗമായി തന്നെ നമ്മളുടെ ഗ്രാമപഞ്ചായത്തിലും ഇതിന്റെ തുടക്കം കുറിക്കുകയാണെന്ന് CDSന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണന മേള ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ വിളവെടുപ്പ് നടത്തിയ പച്ചക്കറികളൊക്കെയാണ് ഇവിടെ കൊണ്ട് വിപണനത്തിനായി എത്തിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ വിഷരഹിതമായ നല്ല ഫ്രഷ് പച്ചക്കറികളാണ് എല്ലാം തന്നെ. എത്രയും പെട്ടെന്ന് അതാത് ദിവസം ഇവിടെ എത്തിച്ചേർക്കുന്ന അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്ന പച്ചക്കറികൾ അന്ന് തന്നെ വിറ്റഴിക്കുന്ന രീതിയിലേക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ഉഷ വിക്രമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം ആദ്യ വിൽപ്പന നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ, മറ്റുദ്യോഗസ്ഥർ, CDS അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വിപണനമേള വ്യാഴാഴ്ച സമാപിക്കും. ഇത്തിത്താന 476 നമ്പർ സർവീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ഇളങ്കാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KG രാജ്മോഹൻ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വിൻസെന്റ് സൂചിപ്പിച്ചു. 50 വർഷത്തിലേറെയായി ബാങ്കിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ഓണച്ചന്ത സംഘടിപ്പിക്കാറുണ്ട്. അന്നൊക്കെ ധാരാളം ആളുകൾ ഈ സാധനങ്ങൾ സബ്സിഡി റേറ്റിൽ മേടിക്കുവാൻ തയ്യാറായി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2024 ഇതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് KC വിൻസെന്റ് കണ്ണന്തറ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ലൂയിസ് സേവ്യർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ലൂസി ജോസഫ് മാറാട്ടുകളം, ജോസഫ് മാത്യു, രാമൻ സദാനന്ദൻ, സണ്ണിച്ചൻ നെടുമ്പറമ്പിൽ, മേഴ്സി സണ്ണി, സജിമോൻ പാലിക്കക്കുന്നിൽ, സെക്രട്ടറി സെൻസമ്മ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 14 ഉത്രാടം നാൾ വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം. 8 കിലോ അരി ഉൾപ്പെടെ 12 സബ്സിഡി ഐറ്റങ്ങൾ അടങ്ങിയ ഓണക്കിറ്റിന് 1000 രൂപയാണ് വില. 13, 14 തീയതികളിൽ ഇവിടെ പച്ചക്കറി ചന്തയും പ്രവർത്തിക്കും. ഓണത്തിന് ഒരു വല്ലം പൂവ് പദ്ധതിയുടെ ഭാഗമായി തലവടി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. തരിശായി കിടന്ന ഒരേക്കർ സ്ഥലമാണ് ബന്ദിപ്പൂ പാടമായി മാറിയത്. 2-ാം വാർഡിൽ കാരിക്കുഴി തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അയൽക്കൂട്ടങ്ങളുടെയും നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലം വൃത്തിയാക്കിയാണ് ബന്ദിപ്പൂ കൃഷി നടത്തിയത്. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അത് ഈ ഒരു വിളവെടുപ്പ് നടത്താനും അതിനോടൊപ്പം ചേരാനും സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കൂടുതൽ കരുത്തോടെ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വാർഡ് മെമ്പർ സാറാക്കുട്ടി ഫിലിപ്പോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി അപ്പു, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ വിളവെടുപ്പിൽ നിന്നുള്ള പുഷ്പങ്ങൾ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപക ദിനമായ സെപ്റ്റംബർ 10-ന് പരിഷത്ത് യൂണിറ്റുകളിൽ പതാക ഉയർത്തി. മങ്കൊമ്പ് തെക്കേക്കര യൂണിറ്റിൽ മേഖലാ ട്രഷറർ അഗസ്റ്റിൻ ജോസ് ആണ് പതാക ഉയർത്തിയത്. എം സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചമ്പക്കുളം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റിലെ പരിഷത്ത് പ്രവർത്തകർ പങ്കെടുത്തു. 7ാമത് മുട്ടാർ കൈതത്തോട് ജലമേളയുടെ കമ്മിറ്റി ഓഫീസ് കറുകയിൽ ജംഗ്ഷനിൽ കുറുപ്പുപറമ്പിൽ ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു.
ഓഫീസിന്റെ ഉദ്ഘാടനം ജലോത്സവ സമിതി രക്ഷാധികാരി സണ്ണി തോട്ടുകടവിൽ നിർവഹിച്ചു. സെപ്റ്റംബർ 20-നാണ് ജലോത്സവം. ജലോത്സവ സമിതി ചെയർമാൻ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കെ പി കുഞ്ഞുമോൻ, പഞ്ചായത്ത് അംഗം എബ്രഹാം ചാക്കോ, TC മോഹനൻ, ജോബിൻ ജെ പൂയപ്പള്ളി, KK പ്രസന്നൻ, മാത്യു സ്രാമ്പിക്കൽ എന്നിവർ സംസാരിച്ചു. കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 16-ന് വൈകിട്ട് 5 വരെ നടക്കും. 17-ാം തീയതി രാവിലെ 10-ന് ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടക്കും. വെപ്പ്, ഇരുട്ടുകുത്തി വിഭാഗങ്ങളിലെ കളിവള്ളങ്ങളാണ് ജലമേളയിൽ പങ്കെടുക്കുക. എവിടെ നടക്കുന്ന വള്ളംകളിയെക്കാട്ടിലും നിങ്ങൾ ഇത്രയും പേര് മാത്രമല്ല, ഇതിൽ കൂടുതൽ ആൾക്കാർ ഏകോദര സഹോദരങ്ങളെ പോലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ പല ജോലിയിലുള്ളവരാണ്. നിങ്ങളുടെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉപജീവനമുള്ളൂ. അതുമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസന്നം കുഞ്ഞോൻ സാറും റജിയും എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഇവിടെ നടക്കുന്നത് വെള്ളംകളിയല്ല, വള്ളംകളി മാത്രമാണ്. നെടുമുടി ബ്രദേഴ്സ് ക്ലബിന്റെ നവീകരിച്ച വോളിബോൾ കോർട്ട് ഉദ്ഘാടനവും പ്രദർശന മത്സരവും കഴിഞ്ഞ ദിവസം നടന്നു. നെടുമുടി പോലീസ് ഇൻസ്പെക്ടർ M. നൌഫൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രദേഴ്സ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ PK വിനോദ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം യശോദ സുകുമാരൻ, ക്ലബ് പ്രസിഡന്റ് PG സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. YSK കൊല്ലകടവും ബ്രദേഴ്സ് നെടുമുടിയും തമ്മിലാണ് പ്രദർശന മത്സരം നടന്നത്. അത്തപ്പൂക്കളം ഒരുക്കുന്നത് എളുപ്പമാക്കാൻ ഒരുങ്ങുകയാണ് ചങ്ങനാശ്ശേരി കൊടിനാട്ടുംകുന്ന് സ്വദേശിനി ബെസ്റ്റി തോമസ്. പേപ്പർ കൊണ്ട് ബെസ്റ്റി ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് അത്തപ്പൂക്കളത്തിന് ആവശ്യക്കാർ നിരവധിയാണ്. വിവിധ നിറങ്ങളിലുള്ള പേപ്പറുകൾ മുറിച്ചെടുത്ത് ഡിസൈൻ ചെയ്ത വിനൈൽ ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കുന്നതോടെ അത്തപ്പൂക്കളം റെഡിയായി. കാഴ്ചയിൽ ഒറിജിനൽ അത്തപ്പൂക്കളമെന്ന് തോന്നുന്ന ഈ പൂക്കളത്തിന് പിന്നിൽ നല്ല ക്ഷമയുടെയും അധ്വാനത്തിന്റെയും കഥ കൂടിയുണ്ട്. ഫോട്ടോഗ്രാഫറായ സഹോദരൻ മാത്യു തോമസിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് റെഡിമെയ്ഡ് പൂക്കളം ബെസ്റ്റി ആദ്യമായി നിർമ്മിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു അത്തപ്പൂക്കളം റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ വന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട്, എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ ബേബി ഷൂട്ടായിരുന്നു ഓണം തീമിൽ. അപ്പോൾ അതിന് പോയപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുത്തു. ഒരു അത്തപ്പൂക്കളം റെഡിയാക്കാനും അതിൻ്റെ ഡിസൈൻ വരച്ചും പൂവിടാനും ഒക്കെ കുറേ സമയമെടുത്ത്. അപ്പോൾ അതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെ അതൊന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അത്തപ്പൂക്കളം ആലോചിച്ച് തുടങ്ങിയത്, എങ്ങനെ ചെയ്യണം എന്ന്. ഞാൻ പിന്നെ ക്രാഫ്റ്റ് ആ ഒരു ഫീൽഡിൽ ഉള്ള ആളാണ്. വെഡ്ഡിങ് ആക്സസറീസും ഇവൻറ്റുകാർക്കൊക്കെ ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഈ പേപ്പർ ഫ്ലവേഴ്സൊക്കെ നേരത്തെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് അത്തപ്പൂക്കളം ഉണ്ടാക്കി വെക്കാമെന്ന് ആലോചിച്ചത്. അതെങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടുള്ള ഒരു ആലോചനയായിരുന്നു. ഈ വർഷമാണ് അത് ചെയ്ത് നോക്കിയത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. ക്ലോത്തിൽ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഈ പൂക്കളം തിരഞ്ഞ് ആവശ്യക്കാർ എത്തിയതോടെയാണ് ഇതിന് പിന്നിലെ ബിസിനസ് ആശയം ബെസ്റ്റിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ബെൽജിയം, ഇസ്രായേൽ, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഓർഡർ വരുന്നുണ്ട്. ഇവിടങ്ങളിലേക്ക് കൊറിയറായാണ് പൂക്കളം അയക്കുന്നത്. 2000 രൂപ മുതലാണ് പൂക്കളത്തിന് വില. പ്ലാസ്റ്റിക് ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദമായി നിർമ്മിക്കുന്ന പൂക്കളം വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരു പൂക്കളം നിർമ്മിക്കാൻ 2 ദിവസത്തെ അധ്വാനമുണ്ട്. ഫുഡ് സയൻസ് വിഭാഗത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്ന ബെസ്റ്റി ഇപ്പോൾ മുഴുവൻ സമയവും ആർട്ട് ക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കുറുമ്പനടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂളിലെ അധ്യാപകനായ ഭർത്താവ് ടിജോ സെബാസ്റ്റ്യനും പിന്തുണയുമായി ഒപ്പമുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.